റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 40-ൽ നിന്ന് 50 ആക്കി ഉയർത്തിയിരിക്കുന്നു. അടുത്ത 3 മാസം ആഴ്ചയിൽ 5 ദിവസവും പരീക്ഷകൾ ഉണ്ടാകും. 50 സ്ലോട്ടുകൾ 28 എണ്ണം പുതിയ അപേക്ഷകർക്കായി മാറ്റിവെക്കും. 20 സ്ലോട്ടുകൾ പരാജയപ്പെട്ടവരുടെ റീടെസ്റ്റിനായി മാറ്റിവെക്കും. ലേണേഴ്സ് സ്ലോട്ടുകളുടെ എണ്ണവും വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് സ്ലോട്ടുകൾ ലഭിക്കുന്നില്ലെന്ന വാർത്ത റിപ്പോർട്ടർ നൽകിയതിന് പിന്നാലെയാണ് നടപടി. ഗോപാൽ ഷീലാസനിലാണ് ചേരുന്നത്. ഗോപാൽ, ഏതായാലും നമ്മുടെ വാർത്ത ഫലം കാണുകയാണ്. നിരവധി പേർ ആശങ്കയോടെ നമ്മെ അറിയിച്ചിരുന്ന കാര്യം കൂടിയായിരുന്നു. ഏതായാലും അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നു. അതെ വിനിത, വാർത്തയിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയാണ്. നേരത്തെ പല ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിൽ ലൈസൻസ് ടെസ്റ്റിനുള്ള സ്ലോട്ട് കിട്ടാത്തതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇവർ പലരും ഈ ടെസ്റ്റിന് എത്താതെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തര ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ 40 സ്ലോട്ടുകൾ എന്നുള്ളത് 50 ആക്കി ഉയർത്തിയിരിക്കുകയാണ്. അതിൽ 50-ൽ 28 എണ്ണം പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ അപേക്ഷകർക്ക് വേണ്ടിയുള്ളതായിരിക്കും. 20 എണ്ണം നേരത്തെ ടെസ്റ്റിൽ പരാജയപ്പെട്ടവർക്ക് റീടെസ്റ്റിന് വേണ്ടിയുള്ളതായിരിക്കും. 2 എണ്ണം വിദേശത്തേക്ക് പഠിക്കുവാനും ജോലിക്കും വേണ്ടി പോകുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നവയായിരിക്കും. അത്തരത്തിൽ 50 എണ്ണത്തിന് അങ്ങനെയാണ് വീതിച്ച് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ലേണേഴ്സ് ടെസ്റ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്ലോട്ടുകൾ ലഭിക്കാത്തതുപോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റിനും സ്ലോട്ടുകൾ ഇല്ലാത്ത വാർത്തയും നമ്മൾ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലേണേഴ്സ് ടെസ്റ്റുകൾ കർശനമാക്കുന്നതിന് കൂടിയുള്ള ഒരു തീരുമാനം ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. ഫേഷ്യൽ റെക്കഗ്നിഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ വരുന്ന മുറയ്ക്ക് കൊണ്ടുവരും. അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇനി മുതൽ ലേണേഴ്സ് ടെസ്റ്റ് അനുവദിക്കുകയുള്ളൂ. പലയിടത്തും ഇത്തരത്തിൽ തട്ടിപ്പുകളും അതിനോടൊപ്പം തന്നെ കോപ്പിവേടി പോലെയുള്ള ആരോപണങ്ങളും ഒക്കെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ലേണേഴ്സ് ടെസ്റ്റുകളും അടക്കം കർശനമാക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വിനീത, ശരി. ഗോപാൽ ഷീലാസനൽ വിശദാംശങ്ങൾ നൽകുകയാണ്.